ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാട്ടിലെ പ്രമാണി ഒരു പിതാവുണ്ടായിരുന്നു. പിതാവിന് രണ്ട് മക്കളിൽ ഒന്നാമത്തവൻ അപ്പനെ സഹായിച്ച് ഇങ്ങനെ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കും. രണ്ടാമത്തവൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോ കാഴ്ചകൾ, ഓരോ പണിക്കാർ, എന്നും പ്രാർത്ഥന, പിന്നെ ഒരു മടുപ്പ്. വീടിൻ്റെ ഗേറ്റിന് മുമ്പിലേക്ക് നോക്കും, വീടിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നോക്കും. ഒരുപാട് ഫ്രീഡം ഉണ്ട്, വേറിട്ട കാഴ്ചകൾ, വേറിട്ട ചിന്തകൾ, എന്നും പുതുമ. ഇതൊക്കെയാണ് ഇളയ മകൻ കണ്ടത്. അങ്ങനെ ഈ അപ്പൻ്റെ സ്വത്ത് കഴിഞ്ഞാൽ വീടിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഗേറ്റിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് വേണ്ട പ്രശംസയുണ്ട്, മാനമുണ്ട്, വിലയുണ്ട് എന്നെല്ലാം ഇവൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം അപ്പൻ്റെ സ്വത്ത് ചോദിക്കുക. അപ്പൻ സ്വത്ത് ചോദിച്ചു. മനസ്സിലോടെ അപ്പൻ സ്വത്ത് കൊടുത്തു. അങ്ങനെ ഇവൻ വീടിൽ നിന്ന് പോയി കഴിയുമ്പോൾ അപ്പൻ നിറക്കണ്ണുകളോടെ നോക്കി നിൽക്കും. എങ്കിലും അതിനെ അവഗണിച്ച് ഇവൻ ഗേറ്റിന് പുറത്തേക്ക് പോയി. ലോകം അവനെ കൈക്കൊണ്ടു. രണ്ട് കൈ നീട്ടി ലോകം അവനെ സ്വീകരിച്ചു. ഒരുപാട് കൂട്ടുകാരുണ്ട്, പ്രശംസയുണ്ട്, പ്രശംസിക്കാൻ അനേകം കാര്യങ്ങളുണ്ട്, മാനമുണ്ട്, വിലയുണ്ട്, കൂട്ടുകാരുണ്ട്. ഒരു ലോകത്ത് ജീവിക്കേണ്ടതായ എല്ലാ സന്തോഷവും അവന് കിട്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. കയ്യിലുണ്ടായിരുന്ന പണം തീർന്ന് ഇവൻ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോവുക. അപ്പോൾ കൂട്ടുകാരെല്ലാം ഇവനെ വിട്ടു. പ്രിയപ്പെട്ടവരെ, അതുവരെ ഉണ്ടായിരുന്ന ലോകത്തിൻ്റെ സമാധാനവും ലോകം കൊടുത്തിരുന്ന വിലയും മാനവും സന്തോഷവും എല്ലാം ഇവന് നഷ്ടമായി. ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഇവൻ കൂപ്പുകുത്തി വീണുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഇവൻ കുതിച്ചു. ചെന്നുപെട്ടത് ഒരു പ്രമാണിയുടെ കീഴിലാണ്. അവൻ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കുതിച്ചു. അവന് കിട്ടിയ പണി എന്നത് പന്നിയെ മേയ്ക്കലായിരുന്നു. പന്നിയെ മേയ്ക്കാൻ വേണ്ടി ഇവന് പണി കിട്ടി. പന്നി എന്ന ആഹാരം കഴിക്കാൻ ഇവൻ കൊതിച്ചു. അങ്ങനെ പന്നി അടിക്കുന്ന പാത്രത്തിൽ നിന്ന് ഇവൻ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ പന്നി തുഴി കൊടുത്തു. കയ്യിൽ മുറിവൊക്കെ പറ്റി. അപ്പോഴാണ് ഇവൻ തൻ്റെ ഭവനത്തെ പറ്റി ഓർത്തത്. അവൻ എവിടെ നിന്നാണ് വന്നത്, ആ ഭവനത്തെ പറ്റി ഇവൻ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അന്ന് അവൻ ചിന്തിച്ചു, അപ്പൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, മടുപ്പാണ്, അല്ലെങ്കിൽ വിലയില്ല, മാനമില്ല എന്നെല്ലാം ഇവൻ അന്ന് വിചാരിച്ചു. എന്നാൽ ഇന്ന് അവൻ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൻ്റെ വീട്ടിലാണ് വിലയുള്ളൂ, അപ്പൻ്റെ കൂടെ നിന്നാലാണ് സ്വാതന്ത്ര്യമുള്ളൂ, വിലയുള്ളൂ എന്ന് അവൻ ചിന്തിച്ചു തുടങ്ങി. ഇവൻ തീരുമാനമെടുത്തു, അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരികെ പോകും എന്ന് ഇവൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവൻ തീരുമാനമെടുത്ത് ഇടാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, വാടി തളർന്ന് മുഖം. പ്രിയപ്പെട്ടവരെ, നിരാശ നിറഞ്ഞ ഭാവം. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതം. ഇവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ നടന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ ഭവനത്തിലേക്ക് തിരികെ നടന്നു കഴിഞ്ഞപ്പോൾ ഇവൻ തളർന്ന് വീണു. പലപ്പോഴും തളർന്നു വീണിട്ടുണ്ടാകാം, വെള്ളത്തിനായി കൊതിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഒരു പ്രത്യാശയുണ്ട്, അപ്പൻ്റെ ഭവനം. അവിടെ എനിക്കെത്തിയാൽ അപ്പൻ സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസം അവനുണ്ടായിരുന്നു. ഇവൻ നടന്ന് അപ്പൻ്റെ ഭവനത്തിലെത്തി. ദൂരെ നിന്ന് തന്നെ അപ്പൻ അവനെ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പനോടി ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ മകൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് വീണു. ഈ മകൻ പറയാണ്, അപ്പനെന്ന് വിളിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ഒരു കൂലിക്കാരനായിട്ടെങ്കിലും കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പൻ വായു കുത്തി. പ്രിയപ്പെട്ടവരെ, പുതിയ ഉടുപ്പ് അവന് ധരിപ്പിച്ചു, ചെരുപ്പ് ധരിപ്പിച്ചു, മോതിരം ധരിപ്പിച്ചു, മാല ധരിപ്പിച്ചു. ഇവനെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്തു. ഒരപ്പൻ അവന് തിരികെ കൊടുത്തു. അപ്പൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ എല്ലാം തിരികെ കിട്ടി. ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവിടെ ഉത്സവം തുടങ്ങി, വീണ്ടും സന്തോഷം തുടങ്ങി, വീണ്ടും ആനന്ദം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പലപ്പോഴും നഷ്ടപ്പെട്ടുപോയ സന്തോഷത്തെയും നഷ്ടപ്പെട്ടുപോയ ഇതിനെയും ഓർത്ത് പലപ്പോഴും നാം നിരാശയിലായിട്ടുണ്ടാകാം, പലപ്പോഴും നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടാകാം. എന്നാൽ നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് തിരിഞ്ഞ് നടക്കേണ്ടതായിരിക്കുന്നു. എവിടെ നിന്നാണോ പോകുന്നത്
എവിടെ നിന്നാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? എവിടെയാണോ നാം തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്? അതിൽ നിന്ന് എവിടെ നിന്നാണ് നാം തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്? അങ്ങോട്ട് നാം തിരികെ നടക്കേണ്ടതായിരിക്കുന്നു. അവിടുന്ന് പുതിയ ജീവിതം തുടങ്ങേണ്ടതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും അതിനായി പലപ്പോഴും നാം പലതും ത്യജിക്കേണ്ടതായിരിക്കുന്നു. നാം പാട്ട് പാടാറുണ്ട്. ലോകമെനിക്കു വേണ്ട, ലോകത്തിലിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കിയേകുന്നു സമസ്തവും ഞാൻ. എൻ്റെ ഏകനാഥനെ നിനക്കായേകുന്നു സമസ്തവും ഞാൻ. എൻ്റെ ഏകനാഥനെ നിനക്കാ. കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിൽ, വീടിൻ്റെ ഉള്ളിലെത്തും പാടിയിടും ജയഗീതമേ, ഞാൻ പാടുകളേറ്റവനാ. നാം എവിടെ നിന്നാണോ പോകുന്നത്? നാം പലപ്പോഴും പാട്ട് പാടാറുണ്ട് ലോകം വേണ്ട എന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താഗതി എപ്രകാരമാണ്? നമ്മുടെ കാവ്യപ്പ് എപ്രകാരമാണ്? നാം ഉറച്ച തീരുമാനത്തിൽ, ഉറച്ച സമർപ്പണത്തിൽ നാം നടക്കാം. എവിടെ നിന്നാണോ നാം തെറ്റിപ്പോയത്? എവിടെ നിന്നാണോ നാം വഴുതി തുടങ്ങിയത്? എവിടെ നിന്നാണോ നാം ഇടറാൻ തുടങ്ങിയത്? അവിടെ നിന്ന് നമുക്ക് പുതിയ ജീവിതം തുടങ്ങാം. യേശുവിനോടുകൂടെ, യേശുവിൻ്റെ കരം പിടിച്ച്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പുതിയ ജീവിതം ഇന്നു മുതൽ നമുക്ക് തുടങ്ങേണ്ടതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്താണ്? കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിൽ, വീടിൻ്റെ ഉള്ളിലെത്തും. അങ്ങനെ അവിടെ എത്തിയാൽ നമുക്ക് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, പ്രത്യാശയുണ്ട്, ഉല്ലാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, പാടിയിടും ജയഗീതമേ, ഞാൻ പാടുകളേറ്റവനാ. പാടിയിടും ജയഗീതമേ, ഞാൻ പാടുകളേറ്റവനാ. കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിൽ, വീടിൻ്റെ ഉള്ളിലെത്തും.